Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മട്ടർ പനീർ മസാലയാട്ടോ. ഇതൊരു നോർത്ത് ഇന്ത്യൻ കറിയാണിത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിൽ ഞാൻ ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രമാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഫ്രഷ് ക്രീം, കസൂരി മേത്തി അങ്ങനെയൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇത് നമുക്ക് ചപ്പാത്തി, പൊറോട്ട, നാൻ ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനൊരു മസാല ഉണ്ടാക്കണം. മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് ഒരു വലിയ സവാള, ഒരു പച്ചമുളക്, ഒരു മീഡിയം സൈസ് ഇഞ്ചി, 6 വെളുത്തുള്ളി, 2 വലിയ തക്കാളി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ നല്ല വലിയ പീസായിട്ടാണ് മുറിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഇനി കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്നുണ്ട്. ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, ഇത്രയും സാധനങ്ങളൊന്ന് നന്നായിട്ടൊന്ന് വാടി വരണം. ബ്രൗൺ കളർ ആവേണ്ട, ജസ്റ്റ് ഒരു സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി. ഇപ്പോൾ ഇതിലെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വലുതാക്കി മുറിച്ചേക്കുന്ന തക്കാളി ഇടാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോഴത്തേക്കും തക്കാളിയൊക്കെ നല്ല പെട്ടെന്ന് തന്നെ വെന്ത് വരും. തക്കാളിയിലേക്ക് ഉപ്പിട്ടതിന് ശേഷം നമ്മളിത് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ തക്കാളി പെട്ടെന്ന് തന്നെ നല്ലപോലെ സോഫ്റ്റ് ആവും. സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയമിലാട്ടാണ് കിടക്കുന്നത്. ഒരുപാട് ലോ ആക്കണ്ട, അതുപോലെ ഫുൾ ഫ്ലെയിമിലും ഇടണ്ട. അങ്ങനെ ഇടുമ്പോഴത്തേക്ക് ഇതങ്ങ് കരിഞ്ഞു പോകുന്നത്. ഇതെന്തായി നോക്കാം. തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് ആറണം കേട്ടോ. ഇത് ആറിക്കഴിയുമ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതൊന്ന് ചൂടാറട്ടെ. ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളമൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല. വെള്ളം ഒഴിക്കാണ്ട് തന്നെ ഇതൊന്ന് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിനൊക്കെ നല്ല സ്മൂത്തായിട്ടാണ് അരച്ചെടുത്തേക്കുന്നത്. ഞാൻ വീണ്ടും കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഇതുണ്ടാക്കുമ്പോൾ വെജിറ്റബിൾ ഓയിലും ചേർക്കാം കേട്ടോ. പക്ഷേ നമ്മുടെ കോക്കനട്ട് ഓയിൽ ചേർക്കണ്ടേ ഇതിൻ്റെ അകത്ത്. ഇനി എണ്ണയൊന്ന് ചൂടാകണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം. അപ്പോൾ ഈ ചേർത്തേക്കുന്നത് ചെറിയ ജീരകം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പൊടികളൊക്കെ ചേർക്കുമ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ലോ ആയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊടിയെല്ലാം കരിഞ്ഞു പോവും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി ഈ പൊടികളൊക്കെ വന്ന് എണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നല്ല മൂത്തായിട്ട് ഫ്ലേവർ വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. സവാളയും തക്കാളിയൊക്കെ അരച്ചിട്ടുണ്ടല്ലോ, അത് ചേർക്കാം. ഇനി ഈ മസാല ഈ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം. അപ്പോൾ നമ്മളത് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ എണ്ണയൊന്നും കാണുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. അതുവരെ ഈ എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഒഴിച്ചിരിക്കുന്ന മസാല മൂത്ത് വന്നിട്ടുണ്ട്. ആ എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ സൈഡിലൊക്കെ എണ്ണ വന്ന് നിൽക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചാട്ടോ വെള്ളം ചേർക്കേണ്ടത്. അപ്പോൾ ഞാനിതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പിട്ട ശേഷം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/2 കപ്പ് ഗ്രീൻ പീസ്. ഇത് നമ്മുടെ സാധാ ഗ്രീൻ പീസ് അല്ലേ, കടയിൽ നിന്ന് മേടിക്കുന്ന ഉണങ്ങിയ ഗ്രീൻ പീസ്, അത് ഞാൻ വേവിച്ചെടുത്താണ്. ഇതൊരു ഹാഫ് കുക്കാണിത്. അത് ഇതിലേക്ക് ചേർക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ഫ്രോസൺ ഗ്രീൻ പീസും ചേർക്കാം കേട്ടോ. ഇനി ഈ ഗ്രീൻ പീസ് ഇതിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് വരണം. ഇതിൻ്റെ ഗ്രേവി ഒന്ന് കുറഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് പനീർ ആഡ് ചെയ്താൽ മതി. ഇതൊന്ന് വറ്റി വരട്ടെ.
അപ്പം ഈ ഗ്രീൻ പീസും ഒന്ന് വെന്ത് വരും. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് ഗ്രീൻ പീസ്, ഇത് ഹാഫ് കുക്ക് ഗ്രീൻ പീസാണത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ ഫ്ലെയിം ഞാൻ ലോ, ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം ഇത് ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിടുക. എന്നിട്ട് അത് ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് വേണം ഇതൊന്ന് വെന്ത് വരാനായിട്ട്. ഇതിപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട്, എന്തായി നോക്കാം. ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ലൊരു തിക്കായിട്ടുണ്ട് കേട്ടോ. വറ്റി, വെള്ളമൊക്കെ നല്ലതായിട്ട് വറ്റി. അതുപോലെ ഗ്രീൻ പീസും നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് പനീറാണ്. ഇത് 100 ഗ്രാം ഉണ്ട് കേട്ടോ. ഇത് ഫ്രോസൺ പനീറാണ്. അതിൻ്റെ അകത്തേക്ക് ഇടാം. ഇനി ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കുത്തി ഇളക്കാൻ പാടില്ല. ജസ്റ്റ് സോഫ്റ്റായിട്ട് ഇത് ഇളക്കാൻ പാടുള്ളൂ കേട്ടോ. അതിൽ അല്ലെങ്കിൽ പനീർ പൊടിഞ്ഞു പോവും. ഇനി ഇതിപ്പോൾ ഇങ്ങനെ കുറച്ച് സമയം ഒന്ന് കിടക്കട്ടെ. ഒരു 2 മിനിറ്റ് നേരം കൂടെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ വീണ്ടും ഇതൊന്ന് അടച്ചു വെക്കണേണ്. ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ. ഗ്രേവിയൊക്കെ നല്ല തിക്കായി. ഇനി ഇതിലേക്ക് കുറച്ച് 2-3 കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, മല്ലിയില. ഇനി സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗരം മസാലയും മല്ലിയിലയും കൂടെ ചേർത്തപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ ആട്ടോ ഇതിന് വരുന്നത്. ഇനി ഇതിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 കാര്യങ്ങളും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഇത്രയും ചെയ്താൽ മതി, പക്ഷേ ഞാൻ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ഇത് ശരിക്കും നെയ്യിലാണ് ഇത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ ലാസ്റ്റ് കുറച്ച് നെയ്യ് ചേർക്കണേന്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, അതും കൂടി ചേർക്കാം. ഇപ്പോൾ ഈ ലാസ്റ്റ് ചേർത്തേക്കുന്ന ടൊമാറ്റോ കെച്ചപ്പും നെയ്യൊക്കെ ഓപ്ഷനിലാട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്ത് വെച്ചാൽ മതി. ഇനി ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാനത് പനീർ മട്ടർ മസാല ഞാൻ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. ഞാൻ അതിനായിട്ടൊരു ചപ്പാത്തിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ലെയർ ചപ്പാത്തിയാണിത്. ഇത് ലെയർ ചപ്പാത്തി എന്നുള്ളത് സിമിസ് നാടൻ കിച്ചണിൽ കയറി നോക്കി കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അപ്പം നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, നല്ല തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ട് ഒന്ന് കഴിച്ച് നോക്കട്ടെ. ഉണ്ടോ ലെയർ ചപ്പാത്തി, കുറേ ലെയറുകളായിട്ട്. ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. കണ്ടോ, പെർഫെക്റ്റ് ആട്ടോ. മസാലയൊക്കെ ശരിക്കും നമ്മൾ ആ പനീറിൻ്റെ അകത്തേക്കും നന്നായിട്ട് കയറി പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. ഇതിന് ഒരു കേരള ടേസ്റ്റ് അല്ല കേട്ടോ. ഇതിന് ശരിക്കും നമ്മളൊരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ ആ ജീരകമൊക്കെയാണ് അതിൻ്റെ അകത്ത് ചേർത്തേക്കുന്നത്. അതുകൊണ്ട് ശരിക്കും നല്ലൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ തന്നെയാണിത്. വളരെ ടേസ്റ്റിയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇത്. ഞാനിതൊന്ന് കംപ്ലീറ്റ് ആക്കട്ടെ കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.